രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744 06785. ദശാവതാരങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾക്കും സാരോപദേശങ്ങൾക്കും പ്രാമുഖ്യം കൽപ്പിച്ചിട്ടുള്ളവരാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. അതിനാൽ രാമായണവും ശ്രീമദ് ഭാഗവതവും യുഗയുഗാന്തരങ്ങളായി ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുമുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ധർമ്മവും അധർമ്മവും അനുഭവിച്ചറിഞ്ഞ് യഥാർത്ഥ മനുഷ്യനായി മാറുക എന്ന തത്വമാണ് രാമായണം പകർന്നു നൽകുന്നത്. ഇന്ന് നമുക്കായി രാമായണ പാരായണം നടത്തുന്നത് വെള്ളിയാമറ്റം സ്വദേശിനി പൂഞ്ഞാറൻ പറമ്പിൽ അല്ലി ശശിയാണ്. രാമായണ പാരായണ ഭാഗത്തെ കഥാസന്ദർഭവും സന്ദേശവും നമ്മൾക്കായി വിശദീകരിക്കുന്നത് സ്വാമി അയ്യപ്പദാസും. ഇന്ന് കർക്കിടക മാസം 7-ാം തീയതി തിങ്കളാഴ്ച. രാമനും സീതയും ലക്ഷ്മണനും വനത്തിലെത്തി ഭരദ്വാജ ആശ്രമത്തിലാണ്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകേണ്ടുന്ന കഥാഭാഗങ്ങൾ നമ്മളൊന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് വാൽമീകി ആശ്രമത്തിൽ പ്രവേശിക്കും. വാൽമീകിയുടെ ആത്മകഥ നമുക്ക് കേൾക്കാം. പക്ഷേ ഒരു ദുഃഖ വാർത്തയുണ്ട്. ദശരഥൻ അദ്ദേഹത്തിൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുകയാണ്, ചരമഗതി പ്രാപിക്കുകയാണ്. അപ്പോൾ ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് വാൽമീകി ആശ്രമത്തിലെത്തി. എവിടെ സ്വസ്ഥമായി വസിക്കാം എന്ന രാമൻ്റെ ചോദ്യത്തിന് വാൽമീകി നൽകുന്ന ഉത്തരം അനവധ്യ സുന്ദരമാണ്. രാമനാമ മാഹാത്മ്യത്തിന് വാൽമീകി സ്വന്തം കഥ തന്നെ തെളിവായി നൽകുന്നു. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ജന്മം കൊണ്ട് ബ്രാഹ്മണനായ ഒരു യുവാവായിരുന്നു രത്നാകരൻ എന്നു പേരുള്ള ഈ യുവാവ്. ശൂദ്രാചാര തൽപരനായി മാറിയ രത്നാകരൻ ചെയ്യാത്ത ദ്രോഹകൃത്യങ്ങളൊന്നുമില്ല. തൻ്റെ ഭാര്യയെയും കുട്ടികളെയും പോറ്റാനായി താൻ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റല്ലെന്നുള്ളതായിരുന്നു രത്നാകരൻ്റെ ചിന്താഗതി. പക്ഷേ എങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ എവിടെയോ സ്വാത്വികതയുടെ ഒരു ചെറിയ കനൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രത്നാകരൻ സപ്തർഷികൾ ആ വഴി വരുമ്പോൾ സപ്തർഷികളെ തടഞ്ഞു നിർത്തി അവരുടെ വസ്ത്രം, അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പിടിച്ചു പറിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ സപ്തർഷികൾ ചോദിച്ചു, നീ ചെയ്യുന്നത് പാപമാണെന്നറിയില്ലേ? ഈ പാപത്തിൻ്റെ ഫലം നീ തന്നെ വേണ്ടേ കഴിക്കാൻ? അതുകൊണ്ട് നീ ചെയ്യുന്നത് ശുദ്ധമായ തെറ്റാണ്. രത്നാകരൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് എൻ്റെ ഭാര്യയും കുട്ടികളുമാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സപ്തർഷികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഭാര്യയോടും കുട്ടികളോടും ഒന്ന് ചെന്ന് ചോദിക്ക്, ഈ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം നിങ്ങൾ കൂടി പകുത്ത് അനുഭവിക്കുമോ എന്നൊന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. ഞാൻ വരുന്നിടം വരെ ഇവിടെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ്
രത്നാകരൻ തൻ്റെ ആശ്രമത്തിലേക്ക് ഓടി. അവിടെ ചെന്ന് ഭാര്യയെയും കുട്ടികളെയും വിളിച്ചുകൂട്ടി അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനേകം ക്രൂരപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ദുഷ്ടപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്നത് നിങ്ങളാണ്. പക്ഷേ അതിൽ പാപഫലമാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ പകുത്ത് എടുക്കുമോ? രാമായണത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന രത്നാകരൻ്റെ ഭാര്യ ഒരേ ഒരു സനാതന സത്യം ലോകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടി ആ മുഹൂർത്തത്തിലാണ് കടന്നു വരുന്നത്. എന്താണ് അവർ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്ന് പറഞ്ഞാൽ, അവനവൻ ചെയ്യുന്ന കർമ്മം ഗുണമായാലും ദോഷമായാലും പാപമായാലും പുണ്യമായാലും അതിൻ്റെ ഫലം അവരവർ തന്നെ അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ അതുവരത്തേക്കും എന്ത് പ്രവൃത്തിയും ചെയ്യുന്നത് കൂട്ടായി പകുത്തെടുക്കാമെന്ന് വിചാരിച്ചിരുന്ന രത്നാകരൻ ഏറെ ദുഃഖിതനായി. അങ്ങനെ തലയും താഴ്ത്തി നടന്നു വരുന്ന രത്നാകരനെ കണ്ടപ്പോൾ സപ്തർഷികൾക്ക് അയാളോട് സഹതാപമാണ് തോന്നിയത്. അതനുസരിച്ചിട്ട്, ഇനി ഞങ്ങൾ വരുന്നിടം വരത്തേക്ക് നീ ആ കാണുന്ന വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് മര, അതായത് രാമശബ്ദം തിരിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്, മര 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 എന്ന് ശബ്ദിച്ചുകൊള്ളുക. അത് മതി, നിനക്ക് എല്ലാ ഗുണങ്ങളും കൈവരും ഞങ്ങൾ വരുന്നിടം വരെ. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് ഈ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, അതായത് മര 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 ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് 60,000 വർഷം തപസ് ചെയ്തു എന്നാണ്. എന്തായാലും അഭംഗുരം തുടർന്ന ആ തപസ്സിൻ്റെ ഫലമായിട്ട് അവിടെ മറ്റൊരു പുതിയ ജന്മത്തിന് രൂപം കൊള്ളുകയായിരുന്നു. എന്തായിരുന്നു ആ പുതിയ ജന്മം? ഈ 60,000 വർഷം കഴിഞ്ഞ് വീണ്ടും അതേ വഴിക്ക് സപ്തർഷികൾ കടന്നു വരാനിടയായി. അങ്ങനെ കടന്നു വരുന്ന സപ്തർഷികൾ ആ മൺപുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് രാമ 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 ശബ്ദം കേൾക്കുന്നു. കേട്ട് അവർക്ക് കാര്യം മനസ്സിലായി. അവർക്ക് ഓർമ്മ വന്നു, തങ്ങൾ അന്ന് പറഞ്ഞയച്ച ആൾ ഇവിടെ ഇരിക്കുന്നു. അവരെന്താണ് വിളിക്കുന്നതെന്നറിയാമോ? അതാണ് ഏറ്റവും പ്രധാനം. അവർ വിളിച്ചത് ബ്രഹ്മർഷേ കടന്നു വരൂ എന്നാണ് ആവശ്യപ്പെട്ടത്. എന്താ ബ്രഹ്മർഷേ എന്ന് വിളിക്കാൻ കാരണം? ബ്രഹ്മജ്ഞാനം ലഭിച്ചു എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം ലഭിച്ച അദ്ദേഹത്തെ, ആ ശരീരത്തെ വിളിച്ചത് ബ്രഹ്മർഷേ കടന്നു വരൂ. മൺപുറ്റിൽ നിന്നും ഇറങ്ങി വന്ന രത്നാകരൻ രൂപം മാറി, ഭാവം മാറി, സ്വഭാവം മാറി. ആ യുവാവിന്, അല്ലെങ്കിൽ ആ മൺപുറ്റിൽ നിന്നും ഇറങ്ങി വന്ന അദ്ദേഹത്തിന് ലഭിച്ച പേരാണ് വാൽമീകി. വാൽമീകത്തിൽ നിന്ന് ജനിച്ചവൻ. കൗസല്യയുടെ ഗ്രഹത്തിലേക്ക് കൈകേയിയുടെ ഗ്രഹത്തിൽ നിന്ന് ദശരഥൻ എത്തി. തനിക്ക് ഇപ്രകാരം ഒരു പുത്രശോകം കൊണ്ട് മരിക്കാൻ ഇടവരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ കാരണം തൻ്റെ ഏറെ യൗവനത്തിൽ തനിക്ക് പറ്റിയ ഒരബദ്ധമാണ് എന്ന് കൗസല്യയോട് ദശരഥൻ പറയുകയാണ്. ക്രൂരമൃഗങ്ങളുടെ ഉപദ്രവം സഹിക്കാതെ നാട്ടിലുള്ളവർ ഇന്നത്തെ പോലെ തന്നെ വിഷമിച്ചപ്പോൾ ആ മൃഗങ്ങളെ നിലനിർത്തി നിർത്താൻ വേണ്ടി ദശരഥൻ വനത്തിൽ മൃഗയാവിനോദത്തിനെത്തുന്നു. അങ്ങനെ മൃഗയാവിനോദത്തിനെത്തുന്ന ദശരഥൻ ഇരുട്ടിൽ പതുങ്ങിയിരുന്ന് വരുന്ന മൃഗങ്ങളെ വധിക്കാൻ തയ്യാറായി നാദഭേദി എന്ന് പറയുന്ന അസ്ത്രം അയക്കാൻ തയ്യാറായിരിക്കെ ഒരു കുടത്തിൽ വെള്ളം മുക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ ആന തുമ്പിക്കൈയിൽ വെള്ളം എടുക്കുകയാണെന്നുള്ള ധാരണയിൽ ആ ശബ്ദഭേദി അസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ അവിടെ നിന്നും കേട്ടത്, അയ്യോ എന്നെ കൊന്നിരിക്കുന്നേ, ഞാൻ കൊല്ലപ്പെടുന്നു, ആരാണിത് ചെയ്തത്, ഞാൻ ആർക്കും ഒരു പാപം ചെയ്തില്ല എന്ന് പറയുന്ന മനുഷ്യ ശബ്ദം കേട്ടപ്പോൾ ദശരഥൻ ആകെ പരിഭ്രാന്തനായി. അദ്ദേഹം ശബ്ദം കേട്ട, അല്ലെങ്കിൽ അമ്പ് തറച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ടത് ഒരു മുനികുമാരൻ സ്വന്തം മാതാപിതാക്കൾക്ക്, അതും അന്ധരായ മാതാപിതാക്കൾക്ക്, ആരുടെയും സഹായമില്ലാതെ വെള്ളം പോലും ലഭിക്കാത്ത അവർക്ക് ദാഹിച്ചപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ കുട്ടിയാണ് ഈ മരണപ്പെടുന്നത്. ദശരഥൻ അവിടെ എത്തി.
ക്ഷമ പറഞ്ഞു എങ്കിലും ഈ വെള്ളം കൊണ്ടുപോയി കൊടുക്കാനായിട്ടും അവരെ സാന്ത്വനപ്പെടുത്താനും പറഞ്ഞു, ബ്രഹ്മഹത്യാപാപം ഇതുകൊണ്ട് ഉണ്ടാവില്ല, ഞങ്ങൾ വൈശ്യരാണ്. അതിരിക്കട്ടെ, എന്തായാലും ദശരഥൻ ഈ വെള്ളവുമായി അവിടെ ചെന്നു. കണ്ണു കാണാതിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞു. ആ സത്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ചിത കൂട്ടാൻ ആവശ്യപ്പെട്ടു. പുത്രൻ്റെ മൃതദേഹം ചിതയിൽ കൊണ്ടുവച്ചു. ആ കൂട്ടത്തിൽ ആ ദഹനത്തിനോടൊപ്പം അവർ രണ്ടുപേരും അഗ്നിപ്രവേശം ചെയ്തു. അതിന് തൊട്ടു മുമ്പ് നീയും അന്ത്യത്തിൽ പുത്രദുഃഖം അനുഭവിച്ച് മരിക്കാൻ ഇടവരട്ടെ എന്ന ഒരു ശാപവും നൽകി. ആ ശാപമാണിപ്പോൾ ആഗതമായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മരണത്തിനും ഉത്തരവാദി ഞാൻ തന്നെയാണ്, മറ്റാരുമല്ല എന്ന് പറഞ്ഞ് കൗസല്യയുടെ ഗൃഹത്തിലെത്തിയ ദശരഥൻ ഈ കഥ വ്യക്തമായിട്ടും നമുക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ വച്ച് ആ ശാപമാണ് ദശരഥൻ്റെ മരണത്തിന് കാരണഭൂതമായത്. ഇതോടെ ഇന്നത്തെ ഭാഗം നമുക്ക് പാരായണം പൂർത്തിയായി. ഹരി ശ്രീ ഗണപതയേ നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഉത്ഥാനവും ചെയ്തുഷസ്സി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്തി നദിയേയും ഉത്തരീയാതാപസാദിഷ്ട മാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവൻ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം. നാനാമൃഗധ്വജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാ പരിശോഭിതം. ത്യാഗുസോമ ഫലലതാ സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുല സത്തമം ദൃഷ്ട നമസ്കരിച്ചേടിനൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം. കന്ദർപ്പസുന്ദരമിന്ദ്രേഷണമിന്ദ്രാദിവൃന്ദാരൈകരവിബന്ധിതം. ബാണധോണീധര ധനുർധരം വെഷ്ടഭദ്രാണ നിപുണം ജടാമകുടോജ്വലം. ജാനകീ ലക്ഷ്മണോ വേദം ജഹോത്തമം. മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനികാഠം ഉണർന്നേടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപേയോഷസാഗരം മാനുഷം. പൂജയിദ്വാ ജഗൽപൂജ ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തിപൂണ്ടർഘ്യവാദ്യാദികൾ കൊണ്ടതാം മുക്തിപ്രദനായ നാഥനു സാദരം. പക്വമധുര മധുഫലാമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതം. ഭക്താപരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവാദമറിയാമല്ലോ. യാതൊരിടത്തു സുഖേനെ വസിക്കാവും സീതയോടും
കൂടിയെന്നരുൾ ചെയ്യണം. ഇന്ത്യക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകിയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലാദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവ വണ്ണം അരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ഭേദം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരമാഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമാദൃഷ്ടികളായി ബഹു ജന്തുക്കളെ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർദ്ധമുടെ സ്വന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമ്മധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരും നീടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്ദരന്തരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജപാകരായുള്ള മാനുഷർ തന്മനപങ്കജം ദേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാസ്മകാഞ്ചന തുല്യമതികളം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം ദേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടു മിഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിന്ത വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പുവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ശുദ്രുദ്ഭവ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം സവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിൽക്കനം വേദസ്വരൂപമനന്ത ഏകം സദാം. വേദാന്ത വേദ്യമാദ്യം ജഗൽകാരണം സാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുണാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാനമാലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാം. തസ്യ ചിന്തേ ജനകാത്മജയ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം തൽപാദ സേവാരതാത്മനാം. സന്തതന്നാമ മന്ത്ര ജപ ശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം. അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിതേ. കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമ മഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനിടും. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാതൃദ്വജദ്ധം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേന്തിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതോ നിസ്രവം ചോരന്മാരോട് കൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ധ്വജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകതാം. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹ്നമാർദ്ദാണ്ഡ തേജസ്വരൂപികൾ. നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനെ ഘോര മഹാവനെ. ദൃഷ്ടാ
സംഭ്രമാമെന്നോടരുൾ ചെയ്ത് ദുഷ്ടദ്വയ കർത്തവ്യമത്രയും ദുഷ്ടമരമാർദ്ദം പറയുന്ന ദുഷ്ട മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതിയം പറഞ്ഞേ നിർവാത്മജം. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നേൻ. മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിനി ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം, നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്കണേ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടും ചെന്നു മൽപുത്രരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്ന. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാൻ. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരും. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചോരോ ഓരോതരം താപസന്മാർ നിന്നരുളും നദിക്കിന്നു താപേന ചെന്നു നമസ്കരിച്ചിടിനെ. നിത്യതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തകരണവും ത്വക്താധനുശരാജ്യങ്ങളും ദൂരെ ഞാൻ ഭക്യ നമസ്കരിച്ചേൻ. പാദസന്നിധവും ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നേ കരുണാത്മനാം രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണ ല്ലോ മഹാത്മനാം. സ്പഷ്ടിമിത്യുത്വപതീതം പദാധികേ ദുഷ്ടമുനിവരന്മാര് അരുൾ ചെയ്തു ഉദ്ദിഷ്ടഭദ്രമുദ്ദിഷ്ടതേ സന്തതം സ്വത്യസ്തു ചിത്തശുദ്ധി സൈദൈവാസ്തുതേ സദ്യഫലം വരും സജ്ജന സംഗമാദ്യുജ്ഞനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം എന്നാൽ നിനക്കതിരാലേ ഗരി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യാതബോധനന്മാരും വിചാരിച്ചു ദുർവർത്തനേറ്റം ദ്വജാതനാമിവൻ ദിവ്യജനത്താലും ഭീഷണെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവം. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സശപരബ്രഹ്മബോധപ്രധാനേന. ഇത്തമുക്തരാമനാ വർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നേൻ. നിത്യം രാമരദ്യപം ജപിക്കനേ ചിത്തമേകാഗ്രമായി കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടുന്നേ. ഇത്തമനുഗ്രഹം നത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചേടിനാൻ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ട് എന്നുടൽ മൂടി ചമഞ്ഞതോ മുറ്റും മറഞ്ഞു ചമഞ്ഞതോ ബാഹ്യവും. താപസേന്ദ്രന്മാരും എഴുന്നള്ളിനാൻ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടേനാശുനാകൂതരാൽ. വാൽമീക മധ്യതോ നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താൻ. വാൽമീകിയ മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹുലമായ വേദിയായി ബ്രഹ്മജ്ഞനാകനെ എന്നരുൾ ചെയ്തെഴുന്നള്ളി. മുനികളും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമദ്യൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്ന് സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുത കൺമതിന്നവകാശവും വന്നിതെനിക്കോ മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലാനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം
ശേഖരം രാഘവം രക്ഷുസം കാണായ മൂലം വിമുക്തനായേനഹം ദ്രാണനിപുണാദ്രി ദശകുലാപദേ സീതയാ സർദം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യപരിവ്രതനാം മുനി ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോരുടെ ജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ച വീടേ ഇരിക്കം നരുൾ ചെയ്തു മന്മഥാതുല്യ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യ പൂജിതനായി സദാ കാമാംഗികയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ ദേവമുനീവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ മന്ത്രി ഭരതനാം സ്വമാന്ത്രരൂമേറിയോരന്താശുജാം ചെന്നയോധ്യ പൊക്കേടിനാൻ വസ്ത്രേണ വുമാശ്വാദ്യ കണ്ണുനീർ അർദ്ധമിറ്റു വീണും തുടച്ചുമ തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ ദാദ്രേപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രേ മതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്രജാത്രോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ഞനായ ദീപാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയാതെന്നോടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരി ജലോജനെ ബാലേമിതിലജേ ദുഃഖം മുഴത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും യുദ്ധം പറഞ്ഞു കേഴുന്ന നുപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമദ്രരും ശ്രീരാമ സീത സുമാദ്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയി എന്തവാജ്ഞയാം ശൃംഗിവേരാഹ്യപുര സവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കൺതൊഴുതേതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതോ തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചതും പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി ആരുമേ ചൊല്ലേണമെന്നുടേതാതനോടും ബലാലൽ ഉള്ളതിലുണ്ടാകാതിരിക്കണം സൗഖ്യമായോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഭേദമെന്നെ കുറിച്ചുണ്ടാകരുതേ ഏതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കേടണം ജാനകിയും ദുരൂതെന്നോട് ചൊല്ലിനാളാനനാ പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വർദ്ധു സകൽഗതം ശുശ്രൂപദേശു സാഷ്ടാംഗം നമസ്കാരം തോണികരേറി ഗുഹനോട് കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവ ശരീരം പോലെ 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവർത്തനായിടിനൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടേ വരദ്വയം ഇഷ്ടനായൊരു കൈകേയിക്കു രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതം മൽപുത്തനെ കാനനാന്തകളവതിനിപ്പാപിയും ദുപിഴച്ചതു ദൈവമേ ഏവമെല്ലാം വരുത്തിദ്ധനിയേ പരിദേവനം ദേവദീനം ദൊരു കാരണം ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞേടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിനായി ഗുണേം ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്ന് കുൾക്കാമ്പുരുക്കി ചമയ്ക്കായ വല്ലവേ
പ്രാണപ്രയാണമടുത്തു തപോധനം പ്രാണവിയോഗെ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരെ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരെല്ലാം അർദ്ധരാത്രൗ ശരാജാലവും ജാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി ധീരെ വനാന്തരെ മാനസെ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർക്കൂരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോടു മുക്കം വിധോ കുംഭത്തിൽ നീരകമ്പുക്കു ശബ്ദം കേട്ടു കുംഭീ തുമ്പി കയ്യിലംബോഗതാമതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ജാപേ ദൃഢമയ ചെടിനെ ഹസ്തോസ്മ്യകം ഹസ്തോസ്മ്യകം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തിലകേന വാഹന്തഹദോഹം വിദേവൃതാം പാതിരയ്ക്കും നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കുദാഹിക്കയം ഇത്തരം അർജനാദം കേട്ടു ഞാൻ അതിശ്രദ്ധനായി തത്ര ചെന്നത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്ന മുനീസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായ തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമൈതേന ദീപാപിയായൊരു ഞാൻ പ്രാണങ്ങളാവുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കീണിടുമെന്നോടു ഹേദം കലർന്നു ചൊന്നാൻ മുനീബലാൻ കർമ്മമാത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാഭാവമുണ്ടാകയില്ലതെ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരും നീടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിന് വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേതാതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിയുക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്ന വീടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേറു വെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചകും വർദ്ധയ്ക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്തനും ഇന്നു മറഞ്ഞു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാടും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൻ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും അൽപാദ വിന്യാസദ്യുദ്ധുനി കേൾക്കായി കാൽപെരുമാറ്റം ദമതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാൻ എന്തു മൂലം മമാനന്ദന വേഗേന തണ്ണീർ തരീക നീ സാദരം യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യ നമസ്കരിച്ചു എത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ല അയോധ്യാധിപനായ പൃഥ്വിവരൻ ഞാൻ ദശരഥനെന്നുവ രാത്രോവനാന്തേ മൃഗയാ വിഭജനായി ശാർദൂലമൊഗ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നെന്നതീരെ മൃഗാശയം കുംഭത്തിനീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭിവരൻ നിജ തുമ്പിക്കരം തന്നെ അംഭാസു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൻ പുത്തനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നീടിനൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനുമെന്നോട് ചൊല്ലിടിനൻ കർമ്മമാത്രേ മമവം നിരോധവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതെ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുകുപർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും വർദ്ധരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടു
എന്നോട് ചൊല്ലിനം. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജം എന്നിയെ മറ്റില്ല പാപിയായോരടിയനെന്നവലംബനം. ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസാം പൊങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാൻ. പുത്തനെ വീടെ കിടക്കും നിതോ ഭവാനെ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്ത ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാൻ. നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിയേനം നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാൻ. വൃത്താന്തബോധനൻ നേരമാ എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കായികതമായതു താപസവാക്യമസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും വീണു തുടങ്ങിന. ഹാ രാമപുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുദേ. നിങ്ങളെയോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കു സുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിന. വർഷസിതാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠ മുനീജനു മന്ത്രികളോടു മുഴറി സസംഭ്രമം. അന്തപുരാമകം ബുക്കരുളി ചെയ്തു ദൈലമയ ദ്രോണി തന്നിലാകൂധര. പാലകൻ തന്നുടെ കേടുവം നീടായകൻ എന്നൊരു ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകയാ രാജ്യമകം ബുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതെ അയക്കണം. ശത്രുഘ്നോടും ഭരതനെ എന്നതിവിദ്രുതം ചെന്നു ചൊല്ലുക എന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകം ബുക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ ദാനും വന്നിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. 4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ,
എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744406785.